മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്ത വകയിൽ 132 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം കേരളത്തിന് അയച്ച കത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് എന്ന് മന്ത്രിമാരായ കെ രാജനും എം ബി രാജേഷും കുറ്റപ്പെടുത്തി. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിലുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് കേരളത്തെ സഹായിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് കോടതി കൃത്യതയോടുകൂടി വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. കത്ത് സ്വാഭാവികമായിട്ടും വന്ന സാഹചര്യത്തിൽ അത് കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്യും. ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കും. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം വൈകുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് രക്ഷാദൌത്യത്തിന് പണം ചോദിച്ചുള്ള കത്ത്. സഹായം വൈകുന്നതിനെതിരെ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് മുന്നിൽ സംയുക്തമായി ഇന്ന് പ്രതിഷേധിച്ചു. റാവുത്തറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, കേന്ദ്രം അയച്ച കത്ത്, ആ കത്തിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ 132 കോടി അടിയന്തരമായി നൽകണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടാണ് ആ കത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനെതിരെ പ്രതിഷേധം വരുന്നു. കേരളം എന്താണ് കേന്ദ്രത്തോട് ഇപ്പോൾ പറയുന്നത്? കേരളത്തെ സംബന്ധിച്ച് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കത്തായി ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 132 കോടി 62 ലക്ഷം രൂപ പ്രളയം മുതൽ 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് കേരളം തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കത്ത്. മാത്രവുമല്ല, ഈ വയനാട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രം 69 കോടി 65 ലക്ഷത്തി 46,417 രൂപ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇത് രാഷ്ട്രീയമായുള്ള വിവേചനമടക്കം കേരളത്തോട് കാണിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അത് തന്നെയാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് തിരിച്ചടവ് സാധ്യമല്ല എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ നിലവിലത്തെ സാമ്പത്തിക അവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ അത് കേന്ദ്രത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്ന കാര്യം. ഇന്ന് റവന്യൂ മന്ത്രി കെ രാജനും ആ രീതിയിലുള്ള സൂചനയാണ് നൽകിയത്. അതായത് കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും പണം നൽകാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്തയക്കും എന്നുള്ളതുമാണ് കെ രാജൻ ഇന്ന് പ്രതികരിച്ച കാര്യം. അതേസമയം ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നായിരുന്നു കെ വി തോമസിന്റെ പ്രതികരണം. അങ്ങനെ കടുത്ത ഭാഷയിലുള്ള വിമർശനം കേന്ദ്രത്തിനെതിരെ ഇന്ന് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. കേന്ദ്ര നടപടിയെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ പോലും കേന്ദ്രം കരിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ മാർഗമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു പോംവഴികളില്ല. SDRF-ൽ നിന്ന് പണം അടച്ചാൽ അത് പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാക്കുകയും ചെയ്യും. ഏതായാലും ഈ സാമ്പത്തിക സഹായം അത് കോടതി കയറിയ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു പുതിയ നീക്കം. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.